ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോകളൊക്കെ കണ്ടിറങ്ങുന്നത് മനസ്സിലാവും കേട്ടോ. നമ്മളാണെങ്കിൽ ഇന്ന് രാവിലെകളൊക്കെ ആണെങ്കിൽ ഗൈസ് നമ്മളെന്തായാലും ഒരു കേഴ്സ്ഡ് കാറിൻ്റെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ ക്രിസ്മസ് ഗെയിം പ്ലേ വീഡിയോസുകളൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം എന്തായാലും 2 വീഡിയോകളൊക്കെ ഉണ്ടായിരിക്കും. ഇനി എന്തായാലും നമ്മുടെ ജാനുവരി 21 ഇനി എന്തായാലും നമ്മൾ നോർമലായിട്ട് അല്ലാത്തൊരു വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ 2025 ജാനുവരി 1 നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ഗെയിം പ്ലേ കളക്കിടണം. മാക്സിമം എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ എന്തായാലും ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും എന്തായാലും സപ്പോർട്ടൊക്കെ എന്തായാലും ചെയ്യുക. അപ്പോൾ ഇതെന്തായാലും കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനുകളൊക്കെയാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഒരു സീരീസ് പോലെയാണ്. ഇത് കഴിഞ്ഞ് വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും മറക്കാതെ കാണാം. നമുക്ക് ഇനി കുറേ ദിവസങ്ങളുണ്ട് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് എന്തായാലും പോകാം. ഇത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ. ഒരു കഴിച്ചിട് കാരണങ്ങളൊക്കെ നമ്മളെന്തായാലും ട്രാപ്പ് ചെയ്ത് എന്തായാലും പിടിച്ചെന്തായാലും വെച്ചേക്കാണ്. ട്രാപ്പ് ചെയ്യണം മീൻസ് നമ്മളാണെങ്കിൽ ഗൈസ് നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡർ കൊണ്ട് നമ്മളങ്ങനെ ചുമ്മാ എന്തായാലും കറങ്ങാനായിട്ട് നമ്മളെന്തായാലും വെളിയിൽ ഇറങ്ങിയാണ്. നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊരു GTR ആക്സിഡൻ്റ് ആയി കിടക്കായിരുന്നു. നമ്മുടെ വണ്ടി നമ്മളാണെങ്കിൽ സ്പീഡിൽ ഓടിച്ച സമയത്ത് ബ്രേക്ക് കിട്ടിയിരുന്നു, നേരെ ആ വണ്ടി കൊണ്ടിടിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഡോർ ഒരു ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് ഈ ഒരു വണ്ടിയുടെ അകത്ത് നമ്മൾ കയറുന്ന സമയത്ത് ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഈ വണ്ടി ഫുൾ പൊളിഞ്ഞ് തവിടോടിയിട്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് ഈ വണ്ടി റിപ്പയറായി. നമ്മളാണ് ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് വീട്ടിൽ കൊണ്ടിട്ട് രാത്രിയൊക്കെ ആയ സമയത്ത് ഈ ഒരു വണ്ടി തന്നെ ഇറങ്ങി ഓടി കേസൊക്കെ വെച്ചാൽ ഈ ഒരു വണ്ടി എന്തോ ഒരു ഗോസ്റ്റ് പവറിങ്ങളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ രാവിലെ നോക്കിയപ്പോഴാണ് നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡർ പൊളിഞ്ഞ് തവിടോടി സ്വിമ്മിംഗ് പൂൾ സൈഡിൽ കിടക്കണം. നമ്മുടെ ഈ ഒരു GTR ആണെങ്കിൽ നമ്മുടെ വീടിൻ്റെ വെളിയിൽ കിടക്കണം. അങ്ങനെ എന്തൊക്കെയോ സംശയം തോന്നി ഞാൻ ഷിൻചാനും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഒരു രാത്രിയും കൂടെ അതേപോലെ ചെയ്തു. പക്ഷെ അപ്പോഴാണ് നമുക്ക് റിയലായിട്ട് പണി കിട്ടിയത്. ഈ കേഴ്സ്ഡ് കാർ നമ്മുടെ ഷിൻചാൻ എന്ത് ചെയ്തെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. അവനെ കാണാൻ പോലും ഇല്ല കേസൊക്കെ. ഷിൻചാൻ ഇവ എന്തോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ ഈ ഒരു വണ്ടികളൊക്കെ ഫ്രണ്ടിൽ പിടിച്ചെടുത്തിട്ട് നമ്മൾ ഇടിച്ച് തെറിപ്പിച്ച് നേരെ ഇപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് കയറ്റിയേക്കാണ് കേസൊക്കെ. ഇതിപ്പോൾ എവിടെയാണ് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഹെഡ്ലൈറ്റുകളൊക്കെ ഓണാക്കിയിട്ട് എങ്ങോട്ടൊക്കെയോ പൊയ്ക്കൊണ്ട് എന്തായാലും ഇരിക്കുകയാണ് കേസൊക്കെ ഈ ഒരു കേഴ്സ്ഡ് കാറുകളൊക്കെ. പക്ഷെ എൻ്റെ പൊന്നെ മിക്കവാറും നമ്മൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനായിരിക്കും. എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ ഈ കേഴ്സ്ഡ് കാറുകളൊക്കെയാണ് കേസ് ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. പക്ഷെ എൻ്റെ പൊന്നടാ ഇത് എന്താണെന്ന് എനിക്കൊരു ഐഡിയ തന്നെയില്ല കേസ്. എൻ്റെ ഈ കാറിൻ്റെ പരിപാടി എന്താണ്, ഈ വണ്ടിയുടെ ലക്ഷ്യം എന്തിനാണ്, നമ്മളെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്നൊന്നും ഒരു ഐഡിയ തന്നെയില്ല കേട്ടാ. ഇത് നമ്മളെയും കൊണ്ട് ഇപ്പം എങ്ങോട്ടാണ് പോണേ പോലും നോ ഐഡിയ കേസ്. വല്ലാത്തൊരവസ്ഥയിലാണ് കേസൊക്കെ. നമുക്കെന്തായാലും ഈ ഒരു വണ്ടി നമ്മളെയും കൊണ്ട് എങ്ങോട്ട് പോണേ നമുക്കെന്തായാലും നോക്കാം കേസൊക്കെ. അല്ലാതെ ഇപ്പോൾ എവിടെയാണ് പോണേന്ന് നമുക്ക് ആർക്ക് ഇങ്ങനെ അറിയാം കേസൊക്കെ. അപ്പോൾ ഗൈസ് ഈ ഒരു കേഴ്സ്ഡ് കാറുകളൊക്കെ നമ്മളെ ട്രാപ്പിലാക്കി കേട്ടോ. നമുക്കാണ് ഈ ഒരു കാണുന്ന വീടിൻ്റെ വെളിയിൽ നിന്ന് ഇനി ഇറങ്ങാൻ പോലും പറ്റൂല കേസ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കണേ. എൻ്റെ പൊന്നടാവേ എന്ത് പണിയാണ് കാണിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേസൊക്കെ. ഈ ഒരു വീട്ടിലാണ് ഇത് ആരുടെ വീട് കിടക്കണം അത് ഉറപ്പാണ്. ഈ വീട്ടിലുള്ള ആൾക്കാരെ നമ്മളെപ്പോലെ ടോർച്ചർ ചെയ്തെല്ലാം കൊന്നത് ഈ കേഴ്സ്ഡ് കാരണങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ആ കാറുകളൊക്കെ വെച്ച് ഈ വീടിൻ്റെ എല്ലാ മെയിനായിട്ടുള്ള ഏരിയകൾ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് കേസ്. കണ്ടോ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്കാണെങ്കിൽ ഇവിടെ ഈ ഒരു ഒമിനി കിടപ്പുണ്ട്. ഈ ഒരു ഒമിനിയുടെ വണ്ടിക്ക് ചാടി നമുക്ക് പോകാനായിട്ട് പറ്റും കേസ്. പക്ഷെ ഇവിടെ ഫുൾ ഇലക്ട്രിക് ഷോക്കുകളൊക്കെ കൊടുത്തേക്കാണ്. നമ്മുടെ കയ്യിലുള്ള ഗണ്ണും എല്ലാ സാധനങ്ങളും ആ കേഴ്സ്ഡ് കാർ മാറ്റിയേക്കാണ് കേസ്. എന്ത് കഷ്ടമാണ് കേസ്. ആ ഒരു കാർ അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. GTRൻ്റെ കേഴ്സ്ഡ് കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരു ബൈക്ക് കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ഷോക്ക് അടിക്കുന്നതാണ്. ഇവിടെ ഷോക്കിങ് കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്തവസ്ഥയാണല്ലോ കേസ്, എന്ത് കഷ്ടമാണല്ലോ. ഫുള്ള് ഈ വീട് ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്കൊരിക്കലും ഒരു കാരണവശാലും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല കേസ്. പിന്നെ ഈ വീടിന് കുറച്ച് ബാൽക്കണികളൊക്കെ ഉണ്ട്. പക്ഷേ അതുവഴി ചാടി ഇറങ്ങി ഇച്ചിരി റിസ്ക്കാണ് കേസ്. എന്ന് വെച്ചാൽ നമ്മളെങ്ങനെ അഥവാ ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാകും കേസ്. പിന്നെ ഈ വീട്ടിൽ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അതുവഴി ഒരു കാര്യമില്ല. പിന്നെ ഒരു കിച്ചണുണ്ട്, അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അതും പക്ഷെ നല്ല വലുപ്പമാണ്. എന്നാലും നോക്കി നോക്കാം നമുക്ക് അതിലേക്കൂടെ എങ്ങനെയെങ്കിലും ചാടിപ്പോകാൻ പറ്റുമോ ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് കേസ് ആ രണ്ടാമത്തെ ബാൽക്കണി എന്ന് പറയണ. നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ ചാടിപ്പോകാൻ പറ്റുമെന്നാണ് ഞാൻ എന്തായാലും വിചാരിക്കണം. ചില താഴെയാണ് കേഴ്സ്ഡ് കാറും ഉണ്ട് കേസൊക്കെ. കണ്ടു കഴിഞ്ഞ പണിപ്പാട് എൻ്റെ മോനെ ആ സാധനം അവിടെ തന്നെ ഉണ്ട്. ഇതെന്താണ്
ഓ ഗൈസ്, ഇവിടെ ഒരു ട്രക്ക് നാളെ കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ ആയിട്ടൊരു വണ്ടികളെ കണ്ടിരുന്നല്ലോ. നമ്മുടെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടുണ്ട്. ഇവിടെ ഒരു സ്കോർപ്പിയോ കിടപ്പുണ്ട്. എനിക്ക് നൈസായിട്ട് ചെറിയൊരു ഐഡിയകളൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്ന കേസിൻ്റെ കാറുകളൊക്കെ ചിലപ്പോൾ എന്തായാലും വല്ല ഉറങ്ങി വല്ല കിടപ്പുണ്ടായിരിക്കും. ഓക്കെ, നമുക്കൊരു ഐഡിയകളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ പതുക്കെ ഈ വീടിൻ്റെ ബാൽക്കണി ചവിട്ടി ഈ ഒരു ട്രക്കിൻ്റെ മണ്ടയ്ക്കൂടെ ചാടി നമുക്ക് നേരെ പോകും. ഓ മൈ ഗോഡ് ഗൈസ്, നൈസായിട്ട് പണി പോലെ സൗണ്ട് ഉണ്ടായി. ഇവിടെ പണിപ്പാളി ആ വണ്ടി ഓണാവാൻ ചാൻസ് ഉണ്ട്. കണ്ട വഴി ഓടിക്കുക, ഒന്നും നോക്കണ്ട. ദൈവമേ, ആ വണ്ടി ലോക്കാവാതിരുന്നാൽ മതിയായിരുന്നു. കയ്യിലാണെങ്കിൽ ഗണ്ണൊന്നുമില്ല. ഓ വണ്ടി ലോക്കാണ് കേസ്, എന്ത് കഷ്ടമാണല്ലേ. നമുക്ക് എങ്ങനെയൊക്കെ ചവിട്ടി പൊട്ടിച്ച് തുറക്കാൻ പറ്റുമോ നോക്കി നോക്കാം. എൻ്റെ മോൻ, ഇതിൻ്റെ ഒരു ഗ്ലാസ്സെങ്കിലും പൊട്ടിക്കാൻ പറ്റിയാൽ മതി. എങ്ങനെയെങ്കിലും ചവിട്ടി പൊട്ടിക്കണം. ഓക്കെ കേസ്, നമ്മൾ അടിച്ചടിച്ചതിൻ്റെ ലോക്കിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്നാലും പെട്ടെന്ന് തന്നെ എന്തായാലും പോകാം കേസ്. ഓക്കെ, എൻ്റെ മോനെ കേസ്, നൈസിൽ പണിപ്പാളി. എൻ്റെ മോ കാഴ്ച കാരണങ്ങളൊക്കെ നൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ടുകളൊക്കെ ആയിട്ട് മിക്കവാറും നമ്മുടെ പുറകെ വരെ വെച്ചുണ്ട്. നമുക്ക് കണ്ട വഴി. എൻ്റെ മോനെ, ആ വണ്ടി ഇവിടെ നിന്ന് എടുത്ത് കൈസ്. എൻ്റെ ആ വണ്ടിക്ക് ടെലിപ്പോർട്ടാനുള്ള പവറുണ്ട്. നമുക്ക് ജസ്റ്റ് എന്തായാലും ആ വണ്ടി ഒന്ന് ചുറ്റിക്കാം. എൻ്റെ മോൻ, ആ വണ്ടിക്ക് ടെലിപ്പോർട്ടാനുള്ള പവറുണ്ട്. എൻ്റെ ഈ സ്കോർപ്പിയോ മറിയും ചെയ്തെങ്ങാനും തല കുത്തനെ വല്ല മറിഞ്ഞു വല്ല വീഴണമെങ്കിൽ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമായെന്ന് വേണം പറയാം. എൻ്റെ ഇതെന്താണ്, നമുക്ക് വണ്ടി മര്യാദ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആരുടെ ഒരു വണ്ടിയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ വീടിൻ്റെ ഓണറിൻ്റെ ആയിരിക്കും. ആ വീടിൻ്റെ ഓണേഴ്സിനെ എല്ലാവരെയും കൊന്നിട്ട് ആ വണ്ടി ഇപ്പോൾ അവിടെ ആയിരിക്കും താമസിക്കണം. എന്തിനാണ് പിന്നെ നമുക്കിട്ട് പണിയണേന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. ഓക്കെ, നമ്മളെ ഇതേപോലെ ആക്കാനായിരിക്കും. പക്ഷെ എൻ്റെ ഈ സ്കോർപ്പിയോക്ക് ഒട്ടും കൺട്രോൾ കിട്ടില്ല കേട്ടോ. ഈ വണ്ടി എങ്ങോട്ടൊക്കെയോ പോകണേ. എൻ്റെ പൊന്നടാവേ, നൈസായിട്ട് പണിപ്പാളി കേസ്. ആ കേഴ്സഡ് കാറ് തൊട്ട് പിന്നാലെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് എന്തായാലും ആ വണ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റും. നമുക്ക് ജസ്റ്റ് എന്തായാലും അതിനൊന്ന് കട്ട് ചെയ്യാം കേസ്. ഓക്കെ, നമ്മളെന്തായാലും ആ വണ്ടി നൈസായിട്ട് പറ്റിച്ചേക്കാണ് കേസ്. ഓക്കെ, എൻ്റെ മുമ്പ് ആ വണ്ടി പുറകെ തന്നെ ഉണ്ട്. ആ വണ്ടിക്ക് ടെലിപ്പോർട്ട് ചെയ്യാനുള്ള പവറുണ്ട് കേസ്. ഓക്കെ, നമ്മളിപ്പോൾ എത്ര സ്പീഡ് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ ആ വണ്ടിക്ക് നന്നായിട്ട് അറിയാം. ഒരു GPS പോലും ഇല്ലാതെ ആ വണ്ടിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും കേസ് എന്തായാലും മാക്സിമം എന്തായാലും ആ വണ്ടിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാം. എൻ്റെ മോന്, നമ്മുടെ ഈ സ്കോർപ്പിയോയുടെ കാര്യത്തിൽ തന്നെ ഒരു തീരുമാനമായിട്ടുണ്ട്. എൻ്റെ പൊന്നടാവേ, എൻ്റെ ഈ വണ്ടി എങ്ങാനും ഇവിടെ സ്റ്റക്കാണെങ്കിൽ നമ്മുടെ കാര്യം തീർന്നു. ഓക്കെ, നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാകും കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും കണ്ട വഴിയോടെ എൻ്റെ വണ്ടി കറങ്ങിയൊക്കെ നമ്മൾ അടിക്കുകയാണ് കേസ്. ഓക്കെ, എൻ്റെ നമ്മളെ ഗണ്ണില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ ഏരിയയിൽ അങ്ങോട്ടൊക്കെ എന്തായാലും പോകാം. ഈ വണ്ടികളും പിന്നെ പോലീസുകാരൊക്കെ നമ്മളെ പിടിക്കാൻ വരുമ്പോൾ നമ്മൾ ആ ഏരിയയിലോട്ടാണ് എന്തായാലും പോകണമെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോകാം കേസ്. നമുക്ക് മാക്സിമം ഈ ഒരു വണ്ടിയുടെ കണ്ണിൽ പെടാതെ നമുക്ക് എന്തായാലും പോകാം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ജുറാസിക് പാർക്കിൻ്റെ ഒരു ഏരിയയിലോട്ട് എന്തായാലും പോകാം കേസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അതിനേക്കാളും സീനാണ് കേസ്. ഓക്കെ, ഫുള്ള് ഡൈനോസറുകൾ നടക്കണേ. എൻ്റെ മുമ്പ് ഇതെന്താണ് കേസ്, ഫുള്ളായിട്ട് ഈ വണ്ടി തലോത്തനെ മാറിയാണ്. ഇവിടെ ഇപ്പോൾ ട്രെയിനോ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ കാണാനില്ല. എൻ്റെ മുമ്പ് വണ്ടി ആ ഗ്രില്ല് കൊണ്ടിടിച്ച് മറിഞ്ഞിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ കൺട്രോൾ ഫുള്ള് പോയേക്കാണ്. ഓക്കെ, നമ്മളിപ്പോൾ ട്രാക്കിൽ കൂടെ ഉണ്ടല്ലോ ഓടണം. അല്ല ട്രെയിന് പോലെ ഇടിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ജുറാസിക് പാർക്കിൻ്റെ ഏരിയയിലോട്ട് പോകാം കേസ്. ഓക്കെ, എൻ്റെ ഈ ഏരിയയിൽ നിന്നാണ് കേസ് ആ വണ്ടി എനിക്ക് കിട്ടിയതെന്ന് പറയാം. അത് നേരത്താന്തോ കേസ് ആ വണ്ടി എടുക്കാൻ തോന്നിയത്. പക്ഷെ എൻ്റെ പൊന്നടാവേ, നമുക്ക് എങ്ങനെയെങ്കിലും ആ വണ്ടി രക്ഷപ്പെട്ടേ പറ്റുമോ. ആ വണ്ടി എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചേ പറ്റും. നമുക്ക് എന്തായാലും നേരെ എന്തായാലും ബീച്ചിൻ്റെ അവിടെ അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ ഒരുവിധം നമ്മളെന്തായാലും നല്ല സ്പീഡിൽ നമ്മളെന്തായാലും ഓടിച്ചെന്തായാലും നമ്മളെന്തായാലും പെറ്റോണ്ട് എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ, ആ ഒരു വണ്ടിയെ നമ്മളെ പുറകിലൊന്നും കാണാനായിട്ടില്ല കേട്ടോ. ഇനി ആ വണ്ടി എങ്ങനെ ബീച്ചിലെങ്ങാനും വരുമെന്തോ. പക്ഷെ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല കേസ്. ഓക്കെ, നമ്മൾ നല്ല ദൂരത്തിൽ പോകുമ്പോൾ ആ വണ്ടിക്ക് അത്രയ്ക്കും റീഡ് ചെയ്തെടുക്കാനുള്ള പവറില്ല. അതായത് അത്രയും ദൂരം വരാനുള്ള ഇതില്ല കേസ്. ഓക്കെ, ടെലിപ്പോർട്ടാനുള്ള ഇതില്ല. ഓക്കെ, നമുക്കെന്തായാലും ഇപ്പോൾ നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോകാം കേസ്. ഓക്കെ, ബീച്ചിൽ നമുക്ക് എന്തായാലും വെള്ളത്തിലെല്ലാം പോയി ഒളിച്ച്. എൻ്റെ മോനെ, നൈസായിട്ട് പണിപ്പാളി. എൻ്റെ പൊന്നിടാ, ഈ വണ്ടി എവിടെ പോയാലും നമ്മുടെ പുറകെ തന്നെ വരുമല്ലേ. എൻ്റെ പൊന്നെ, നൈസായിട്ട് പണിപ്പാളി. ഇവിടെ എന്താണ് രണ്ടെണ്ണം കിടക്കണല്ലോ. ആ കഴ്സഡ് കാറും കിടക്കണ, ആ കാറും കിടക്കണ. ഓ, എനിക്ക് തോന്നുന്നു കേസ് ഇത് ആ കാറ് അതിൻ്റെ ആത്മാവ് പോകണം തോന്നുന്നു. എൻ്റെ പൊന്നെ, ഈ കാറ് ഏതോ അടുത്ത് നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ എന്തിനാണ് ഈ വണ്ടി പിടിക്കാൻ പറഞ്ഞാൽ. അതാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. പക്ഷെ എൻ്റെ നമ്മൾ ടോട്ടലി പെട്ടേക്കാണ്. നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റുമോ നോക്കി നോക്കാം. അല്ലാതെ നടക്കത്തില്ല. ഞാൻ എന്തായാലും വണ്ടി എടുക്കണം. ഇതെന്താണ്? അയ്യോ,
ഗൈസ് ഈ വണ്ടി ഓണാവണില്ല. അയ്യോ ഈ വണ്ടി സ്റ്റാർട്ടാവണില്ല ഗൈസ്. ഈ വണ്ടി നേരെ വെള്ളത്തിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിരിക്കുകയാണ്, പക്ഷെ എന്നാലും ഈ വണ്ടി വെള്ളത്തിലോട്ട് പോവുകയാണ്. ഇതെന്താണ്? ഷേടോ എനിക്കറിയാൻ പാടില്ല. കറക്റ്റ് സമയത്ത് തന്നെ ഈ വണ്ടി കംപ്ലൈൻ്റ് ആയേക്കാണ്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേക്കാണ് ഗൈസ്. നമുക്ക് ഈ ബോഡി എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ എന്തോ? ബോഡി അല്പം ഡേഞ്ചറാണ്. നമുക്ക് കണ്ട വഴിയോടെ എന്നിട്ട് ആ വണ്ടിക്കകത്ത് പെട്ടെന്ന് തന്നെ കയറിയോ. എൻ്റെ മോനെ ഗൈസ്, നമ്മളങ്ങനെ ഒരുവിധം നമ്മളങ്ങനെ വണ്ടി കയറിയേക്കാണ്. എൻ്റെ അമ്പോ ഗൈസ്, നമുക്കിനി ഈ വണ്ടി കൊണ്ട് പോവാം. എൻ്റെ പൊന്നെ ഗൈസ്, നമുക്ക് ഈ വണ്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയെ കൺട്രോൾ പറ്റും. എല്ലാ ഗൈസ് എൻ്റെ ഒപ്പം ഈ വണ്ടി നമ്മളെ വലിച്ചെറിഞ്ഞേക്കാണ്. അങ്ങനെ നീ ഞാൻ തോൽക്കണ ആളല്ലടാ. എടാ കഴിച്ചെടുക്കാറേ, നിന്നെപ്പോലെ എത്ര എണ്ണത്തിനെ അടിച്ചൊതുക്കിയിട്ടുള്ളവനാണ് ഞാൻ. നിന്നെ ഞാൻ പൊക്കിയിരിക്കും. ആ വണ്ടി നമ്മൾ വലിച്ചെറിഞ്ഞ കേസ്. ഓക്കെ എൻ്റെ പൊന്നുകിടാവ്, ഇതിൻ്റെ ലൈറ്റ് ഒരിക്കലും ഓഫ് ചെയ്യാൻ പറ്റണില്ല. ഓഫ്, ഈ ലൈറ്റ് കിടക്കട്ട് പിന്നെ വലിച്ചെറിയുന്ന. എൻ്റെ പൊന്നെ, ഈ വണ്ടി നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ വണ്ടി നശിപ്പിച്ചാലാന്ന് ആലോചിക്കണേ. എന്തെങ്കിലും ചെയ്തേ പറ്റുമോ? അല്ല ഒന്നും ശരിയാവില്ല. ഈ വണ്ടി കടലിൽ കൊണ്ട് മുക്കിയാലോ നാലേക്കാണ്. ഈ വണ്ടി നമ്മൾ വലിച്ചെറിയണം. അതാണ് പ്രശ്നം എന്ന് വെച്ചാൽ. എൻ്റെ ഈ വണ്ടി മര്യാദ ഓടിക്കാൻ സമ്മതിക്കണില്ല. ഇതെന്താണ് കേസ്? നമ്മളെ വലിച്ചെറിയാനായിട്ടാണ് നമ്മൾ ഈ വണ്ടി നോക്കണം. ഇതെന്താണ്? എൻ്റെ ഈ വണ്ടി റൊട്ടേറ്റ് ചെയ്തൊക്കെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ പോവുകയാണ്. ഇതിൻ്റെ ഗ്ലാസ് ഉള്ളവരെ പൊട്ടി. എൻ്റെ പൊന്ന്, നമ്മൾ വലിച്ചടിച്ചെറിയാനാണ്. എൻ്റെ ഒപ്പം ഈ കാഴ്ചക്കാരൻ നല്ല രീതിക്ക് നമ്മളെ ഉപദ്രവിക്കുകയാണ്. ഞാൻ ഇനിയിപ്പം തോറ്റെടുക്കില്ല. ഇന്നത്തോടെ ഇതിൻ്റെ സ്റ്റോർ ഇവിടെ വെച്ച് നിർത്തിയിട്ട് എൻ്റെ കാര്യം. എടാ കഴിച്ചിടുകാറെ, നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായടാ. ഈ കഴിച്ചിടുകാരനെ മര്യാദയ്ക്ക് നേരെ കൺട്രോൾ ചെയ്യാനും പറ്റണില്ല. എൻ്റെ ഇത് എന്തൊക്കെയാണ് സംഭവിക്കണതെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒന്നും നോക്കണില്ല, നേരെ കൊണ്ട് ഈ ബീച്ചിലങ്ങ് ഇടിച്ചേറ്റാനായിട്ടാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ബോഡി ഈ ഒരു കടലിൽ വെച്ച് തന്നെ ഇല്ലാതാവണം കേസ്. അതാണ് ഞാൻ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ. എൻ്റെ പൊന്നടാവേ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇറങ്ങി ചാടിയേക്കാണ്. എൻ്റെ പൊന്നടാവേ ഗൈസ്, ഈ കഴിച്ചിടുകാരൻ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ തലയും കടിച്ചെടുത്തേക്കാണ് കേട്ടോ. എൻ്റെ പൊന്നടാവേ, ഇതിപ്പോൾ എന്താണ് സംഭവിക്കണേന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ തല കടിച്ചെടുത്തേക്കാണ് ഈ വണ്ടി. എൻ്റെ മോനെ, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ കിട്ടും. നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലും ഓടാൻ കേസ്, അല്ലാതെ ഇപ്പം ഒന്നും തന്നെ നടക്കത്തില്ല. ഓക്കെ കേസ്, നമ്മളങ്ങനെ ഫൈനലി കേസ് എന്തായാലും ഈ ഒരു കടലിൽ നിന്നൊക്കെ നമ്മളങ്ങനെ ഈ വണ്ടികൾക്ക് മുക്കിയേക്കാണ്. എൻ്റെ നമ്മൾ കുറേ പാടോടാണ് മുക്കിയത്. ഇനി ഒന്നും നോക്കില്ല കേസ്, ഞാൻ തന്നെ ചില കണ്ട വഴി ഓടാണ്. നമുക്കെന്തായാലും എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാം കേസ്, അല്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്താണ് സീൻ? എൻ്റെ മോനെ, എൻ്റെ മോനെ ഗൈസ്, നൈസായിട്ട് പണി പാളിയേക്കാണ്. എൻ്റെ പൊന്നടാവേ ഗൈസ്, ഈ ഒരു വണ്ടി നമുക്ക് ഒരിക്കലും നശിപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഈ കഴിച്ചത് കാരണം ഒരിക്കലും നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും നമ്മൾ ഈ വണ്ടി നശിപ്പിക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് കൂടുതൽ പടയാളികൾ ഉണ്ടായി വരികയാണ്. ഈ നടുക്കീരിയുടെ കാറാണ് മെയിൻ കാറെന്ന് വെച്ചാൽ. ആ വണ്ടി ഇപ്പോൾ ഫുള്ള് റിപ്പയർഡായി. ഇതാ മുമ്പുള്ള ബോഡികളൊക്കെയാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ കേസ് നമ്മളിപ്പോൾ മുക്കിക്കളഞ്ഞ ആ ബോഡി. അതേത് ഷൂടോ, അപ്പോൾ ആ കിടക്കണം അതിൻ്റെ ഡെഡായ ബോഡിയാണ്. ഡെഡ് ബോഡി കിടക്കണം, ഈ കാറിൻ്റെ ഡെഡ് ബോഡി. എൻ്റെ മോൻ, ഇതെന്തൊക്കെയാണ് സംഭവിക്കണത്? എനിക്ക് ഒരു ഐഡിയയും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, ഈ കാറിൻ്റെ പ്ലാൻ എന്തിനാണ്? നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്നാണ് എനിക്ക് അറിഞ്ഞൂടാത്ത ഗൈസ്. ഓക്കെ, എന്തായാലും എനിക്ക് തന്നെ അറിയണം ഗൈസ്. നമുക്കെന്തായാലും ഈ കാറിനോട് തന്നെ ചോദിക്കാം ഗൈസ്, ഈ കാർ എന്തിനാണ് നമ്മളിങ്ങനെ ദ്രോഹിക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എന്തൊക്കെയാണ് ഈ സംഭവിക്കണേന്നൊക്കെ. ഈ കാർ എന്തിനാണ് നമ്മുടെ പുറകിൽ തന്നെ നടന്ന് നമ്മളിങ്ങനെ കൊല്ലാൻ ശ്രമിക്കണേ? എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, ഇതിനെപ്പോഴെങ്കിലും ഒരു എൻഎസ് ഉണ്ടാവുമോ ഗൈസ്? ഓക്കെ, എപ്പോഴെങ്കിലും ഒരു എൻഡ് ഉണ്ടാവുമോ? എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ കാറിൻ്റെ തന്നെ ചോദിക്കാം.